നമസ്കാരം. ഇത് അന്യോന്യത്തിൻ്റെ പുതുവത്സര പതിപ്പ്. നമ്മളോടൊപ്പം പ്രൊഫസർ MK സാനു. നമസ്കാരം മാഷെ. നമസ്കാരം. പുതിയ വർഷം തുടങ്ങുകയാണ്. കേരളം ഒരു വർഷം പിന്നിട്ട് പുതിയ വർഷത്തേക്ക് പോകുന്നു. ഈ ഘട്ടത്തിൽ മലയാളികളോട് എന്തു പറയാനുണ്ട്? ഈ ഘട്ടം 2016 കടക്കുന്ന ഘട്ടം മലയാളികളെ സംബന്ധിച്ച് വെല്ലുവിളി ഉയർത്തുന്ന ഒരു ഘട്ടമാണ്. എന്തുകൊണ്ടാണത്? കാരണം എൻ്റെ ഓർമ്മ വച്ച കാലം മുതൽ നമ്മുടെ പൊതുജീവിതത്തിലെ ആഹ്ലാദകരമായ ഒരു പ്രത്യേകത പല മതവിഭാഗക്കാരും ജാതിക്കാരും തമ്മിൽ മൈത്രിയിൽ കഴിഞ്ഞിരുന്നു എന്നതാണ്. ഞാൻ ഏകദേശം ജാതിയുടെ ഭീകരത കുറഞ്ഞ ഘട്ടത്തിലാണ് ജനിച്ചു വളർന്നു വരുന്നത്. അപ്പോൾ ആ അന്തരീക്ഷത്തിൽ മതവൈരത്തിനോ ജാതി സ്പർദ്ധയ്ക്കോ വലിയ സ്ഥാനം ഉണ്ടായിരുന്നില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പരസ്പരം ജാതി അറിഞ്ഞിരുന്നില്ല. മതമറിയാൻ പേരുകൊണ്ട് എങ്കിൽ തന്നെയും മതത്തിൻ്റെ വിരോധമോ മാറ്റി നിർത്തലോ ഉണ്ടായിരുന്നില്ല. കോളേജിൽ പഠിക്കുമ്പോൾ വളരെ ഹൃദ്യമായ അന്തരീക്ഷമായിരുന്നു. പിന്നീട് ഇങ്ങ് കണ്ടുവന്നത് ഈ ഒരു ദോഷം, അത് ദോഷമെന്നില്ല എന്നറിയുന്നത് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ പുതിയ ഈ സംക്രമണ വേദിയിൽ ഞാൻ കാണുന്നത് ജാതിസ്പർദ്ധ അതിൻ്റെ തീവ്രമായ രൂപത്തിൽ വളരുന്നതും മതവിദ്വേഷം ഒരുതരം ഹിംസാത്മകമായ രീതിയിൽ വളരുന്നതുമാണ്. അപ്പോൾ അതിനെ ചെറുക്കുക എന്ന വെല്ലുവിളിയാണ് ഇന്ന് മലയാളിയെ നേരിടുന്നത്. അവൻ്റെ പൈതൃകം ഇപ്പോൾ തിരുവനന്തപുരത്ത് പാളയം പള്ളിയിൽ ഇറങ്ങിയാൽ പാളയം ജംഗ്ഷൻ, ഒരു വശത്ത് പാളയം പള്ളി, മറുവശത്ത് മോസ്ക് മുസ്ലിം പള്ളി, അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഉമാമഹേശ്വര ക്ഷേത്രം. അത് ഹിന്ദു രാജാവിൻ്റെ കീഴിൽ ഞാൻ 1944 പഠിക്കുന്ന കാലം മുതൽ നിലനിൽക്കുന്നതാണ്. ഇന്ന് അവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എങ്കിൽ അത് നമ്മുടെ ഒരു പൈതൃകത്തിൻ്റെ പ്രതീകമാണ്. നമുക്ക് ദോഷങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു, അനാചാരങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെയും ഈ ഒരു കാര്യത്തിൽ നമ്മൾ താരതമ്യേന സുരക്ഷിതമായ തീരങ്ങളിൽ കഴിഞ്ഞവരാണ്. അതിന് വളരെ അയൽക്കാരനെ സംശയത്തോടെ നോക്കുന്ന, വിദ്വേഷത്തോടെ നോക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഞാൻ താമസിക്കുന്ന സ്ഥലത്തോട് ഞാനത് അനുഭവിക്കുന്നു. അപ്പോൾ ഞാൻ അതിൽ ഒറ്റപ്പെട്ട ആളാണ്, അതിൽ നിന്നൊക്കെ സ്വല്പം അതീതനാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും സ്നേഹമുണ്ടെങ്കിൽ അത് പക്ഷേ മലയാളികളെ ബാധിക്കുന്ന ഒരു ദുർഭൂതം പോലെ അവരെ ബാധിച്ച് അവരെ മനുഷ്യരല്ലാതാക്കി തീർക്കാൻ തുടങ്ങുന്നത് ഞാൻ കാണുന്നു. അതിനെ രക്ഷ പ്രാപിക്കുക എന്നതാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്ന വെല്ലുവിളി. മാഷെ പോലെ ഒരാൾ 88-ാം വയസ്സിൽ നിന്ന് കേരളം ഒരു പുതിയ വർഷത്തേക്ക് കടക്കുന്ന വേളയിൽ ഈ ആശങ്ക പങ്കിടുന്നത് ഒരുപക്ഷെ എല്ലാ മലയാളികളും വളരെ വേദനയോടെയായിരിക്കും കേട്ടിരിക്കുന്നുണ്ടാവുക. എന്തുകൊണ്ടാണ് കേരളം പോലൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പറയേണ്ടി വന്നത്? അത് കേരളത്തിൽ മാത്രമായി ഉണ്ടായ എന്തെങ്കിലും പ്രശ്നമാണോ? അല്ലെങ്കിൽ ഇന്ത്യയാണ് ഒരു രാഷ്ട്രീയ യൂണിറ്റായിട്ട് നിലനിൽക്കുന്നത്, ഒരു ദേശീയ പ്രശ്നമായിട്ടാണോ മാഷ് ഇതിനെ കാണുന്നത്? അതൊരു ദേശീയ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അധികാരത്തിന് വേണ്ടി സമുദായത്തെയും ജാതി മതം ഇവയെ അധിഷ്ഠിതമായ സമുദായത്തെ ഉപയോഗപ്പെടുത്താൻ ആരംഭിച്ചതോടുകൂടി ഈ വിപത്തും ജനിച്ചു കഴിഞ്ഞു. ആ ദേശീയ പ്രശ്നം കേരളം പങ്കിടുകയാണ്. കേരളത്തിൽ അതുണ്ടായി, ഒരു അതിർത്തിയോടുണ്ടായി. അത് അതേ തരത്തിൽ തന്നെ കേരളത്തിൽ വരാൻ തുടങ്ങി. ചില ചരിത്രഘട്ടത്തിൽ അപ്പോൾ ജീവിച്ചിരിക്കുന്ന നേതൃത്വങ്ങൾക്കോ അല്ലെങ്കിൽ സജീവമായിരിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കോ ഒക്കെ ഒന്നും ചെയ്യാനില്ലാത്ത തരത്തിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ഒക്കെ ഇത് പടർന്നു വരും. അത് അങ്ങനെ ഒന്നാണോ? അങ്ങനെ വളരെ സ്വാഭാവികമായും അനിവാര്യമായും ഉണ്ടായ ഒരു വിപത്താണോ ഇത്? അല്ല, വേറെ ഏതെങ്കിലും തരത്തിൽ ആസൂത്രിതമായി എങ്ങനെയെങ്കിലും ചിലർ കെട്ടിപ്പൊക്കി ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണോ? എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, ഒരതിർത്തിയോളം സ്വാഭാവികമായി അധികാര ദുർമോഹത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ പഴയ കാലത്ത് നെഹ്റു പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. വിമോചന സമരം നടന്ന ഘട്ടത്തിൽ അദ്ദേഹം ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടു, എങ്കിലും പിരിച്ചുവിടിയില്ലെന്നായിരുന്നു പ്രതീക്ഷ. അന്ന് കേരള ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്തിരുന്നു, അദ്ദേഹം ഈ നടത്തിയ സമുദായ ശക്തികളാണ് വിമോചന സമരം. ഇവർ ജനാധിപത്യത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു റാത്തൽ മാംസം നാളെ ആവശ്യപ്പെടും എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് അത് സത്യഘട്ടം എത്തിയിരിക്കുകയാണ്. ജനാധിപത്യമാണ് അപകടത്തിലാകുന്നത്. രാഷ്ട്രീയം അറിഞ്ഞും അറിയാതെയും ആവശ്യത്തിനും അല്ലാതെയും രാഷ്ട്രീയ കക്ഷികൾ വളർത്തിയ ദുർഭൂതമാണ് ഇന്നിപ്പോൾ മാംസവും ചോരയും ചോദിച്ചു നിൽക്കുന്നത്.
ഇത് ശ്രദ്ധിക്കേണ്ടത് ആരാണ്? എല്ലാവരും ശ്രദ്ധിക്കണം. മുതിർന്ന നേതാക്കൾ, രാഷ്ട്രീയ സംഘടനകൾ ശ്രദ്ധിക്കണം, പ്രസ്ഥാനങ്ങൾ ശ്രദ്ധിക്കണം, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ശ്രദ്ധിക്കണം. അവരോട് ഞാൻ എപ്പോഴും പോയി പറയാറുണ്ട്. ഞാൻ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുന്ന ഓരോ സന്ദർഭത്തിലും പറയാറുണ്ട്, ദൈവത്തോട് ഞങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങൾ സുഖമായി ജീവിക്കുന്നതിന് പറയുകയാണ്, ഞങ്ങൾക്കൊരു കാര്യമില്ല. പക്ഷേ നിങ്ങളും നിങ്ങളുടെ പിന്നാലെ വരുന്ന കുഞ്ഞുങ്ങളുമുണ്ട്, ഇപ്പോൾ ജനിച്ച് മല കുടിക്കുന്ന കുഞ്ഞ്, അവർ കുറേ കൂടി ഭേദപ്പെട്ട കേരളത്തിൽ ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഈ ദുർഭോഗത്തെ അകറ്റാതെ പറ്റുകയില്ല. ഇത് വലിയ വിപത്താണ്. നിങ്ങൾ ഒരിക്കലും ഇതിന് രക്ഷപ്പെടാൻ ശ്രമിക്കാതിരിക്കരുത്. അലംഭാവം പാടില്ല. വളരെ ജാഗ്രതയോടുകൂടി. നമ്മളെല്ലാം ഒന്നല്ലേ? പണ്ടൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം. എന്തുകൊണ്ട് നിങ്ങൾക്ക് വിളിച്ചുകൂടാ? എന്തുകൊണ്ട് വിദ്യാലയങ്ങളിൽ വിളിച്ചുകൂടാ? എന്തുകൊണ്ട് തെരുവുകളിൽ വിളിച്ചുകൂടാ? ചോദിക്കാറുണ്ട്. ഓരോരുത്തരുടെയും ഉത്തരവാദിത്വങ്ങളിലേക്ക് വേറെ വേറെ വരികയാണെങ്കിൽ, നമുക്ക് രാഷ്ട്രീയ കക്ഷികളുണ്ട്. പല ചേരികളിൽ നിന്ന് ജനങ്ങളെ നയിക്കുന്ന, രാജ്യത്തെ തന്നെ നയിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുണ്ട്. ഇവയിൽ മിക്കതും മതേതരമായ ഉറവിടങ്ങൾ ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. അവർക്ക് ഈ ഘട്ടത്തിലുള്ള കടമ എന്താണ്? അവർക്ക് ഈ ഘട്ടത്തിലുള്ള കടമ ഇത് കൂടുതൽ കൂടി തീവ്രമാക്കുക എന്നുള്ളത് ഒന്ന്. ആശയപ്രചാരണം, മനുഷ്യഹൃദയങ്ങൾ. രണ്ട്, എനിക്ക് തോന്നുന്നത് അവർക്ക് എന്തുകൊണ്ട് ഈ മത തീവ്രവാദങ്ങളുടെ ഇടയ്ക്ക് തന്നെ അങ്ങോട്ട് കടന്നു ചെന്നുകൂടാ? നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നു? നമ്മൾ സഹോദരന്മാരല്ലേ? ഇതാ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വന്നിരിക്കുന്നു, ഞാൻ നിങ്ങൾ ഒരു തരത്തിൽ യോജിക്കാത്ത ആളാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാറി നമുക്ക് തമ്മിൽ സംവാദമായിക്കൂടാ? അവരുടെ വേദികൾ പങ്കിടുകയും അവരെ ഇതിൽ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യാൽ എന്താണ് സംശയം? ഞാൻ ചിലക്ക് ആലോചിക്കാറുണ്ട്. ഞാൻ ചിലപ്പോൾ പോകാറുണ്ട് അങ്ങനെ. മറ്റ് പല തീവ്രവാദം ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും അവരിടയ്ക്ക് ഞാൻ ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിനുവേണ്ടി പരിശ്രമിച്ചുകൂടാ? എന്തിനാണ് നമ്മൾ വെറുക്കുന്നത്? പലപ്പോഴും ചോദിക്കാറുണ്ട്. മതം ചില ചരിത്രഘട്ടത്തിൽ അന്നത്തെ ആവശ്യങ്ങൾക്കൊത്ത്, ആ ആവശ്യങ്ങൾ സാമൂഹ്യമാവാം, അതുമുതൽ ആധ്യാത്മികം വരെ ആവാം, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊത്ത് ഉയർന്നു വന്നിട്ടുള്ള ചില പ്രസ്ഥാനങ്ങളാണ്. ആ മതത്തിൻ്റെ ചിഹ്നങ്ങളോ പഠിപ്പിക്കലുകളോ ഒക്കെ എടുത്ത് ദുരുപയോഗിക്കുന്ന രാഷ്ട്രീയ കക്ഷികളും നമുക്കിടയിലില്ലേ? അതാണ് ഏറ്റവും വലിയ അപകടം. വേറെ തന്നെ കാണണ്ടേ? അതെ, അതാണ് വളരെ അപകടകരമായിട്ടുള്ളത്. അത് മതം ഒരിക്കലും രാഷ്ട്രീയത്തിൽ അത്തരത്തിൽ ഇടപെടാൻ പാടില്ല. മതത്തിൻ്റെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ, മതത്തിൻ്റെ പ്രതീകങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, മതത്തിൻ്റെ ശൈലികൾ ഉപയോഗിക്കാൻ പാടില്ല. അത് പല ഘട്ടങ്ങളിൽ അങ്ങനെ ദുരുപയോഗിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ പുറകെ പോകുന്നവർ അവർ പലപ്പോഴും എൻ്റെ ജാതി, എൻ്റെ മതം വിളിക്കുന്നു എന്ന വിളി കേട്ടിട്ടായിരിക്കാം പോകുന്നത്. അങ്ങനെ പോകുന്ന ആളുകളോട്, അവരിൽ മലയാളികളുണ്ടെങ്കിൽ മാഷ് എന്തു പറയും? പോകുന്നവരെ ഞാനവരത് കാണുന്നതല്ലേ. ഞാൻ പഠിപ്പിച്ചു വിട്ട കുട്ടികൾ അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പലരും കാണാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ ഇവർ പലരെയും കണ്ടു. ഒരു സമ്മേളനത്തിൽ പല സ്ഥലത്ത് വെച്ച് കണ്ടു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞ്, ഇത്തവണ എൻ്റെ വോട്ട് എൻ്റെ സമുദായത്തിനാണ് എന്ന് പറയുന്നു കുട്ടികൾ. നേരെ കുട്ടികളെല്ലാവരും അധ്യാപകർ, എൻ്റെ ശിഷ്യന്മാർ 40-45 വയസ്സ്. ഞാൻ ഒരിക്കലും അവരെ കണ്ടിട്ടില്ല. അവർ പറയുന്നത് എൻ്റെ വോട്ട് എൻ്റെ സമുദായത്തിന്. ജാതികളിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ നാട്ടിലെ നവോത്ഥാനത്തിൽ ജാതികളുടെ കൂടി, അല്ലെങ്കിൽ ജാതികളിൽ നിന്ന് ഉറവിട്ട ചില നവോത്ഥാന സംഘങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടെയാണ് നമ്മളുടെ നവോത്ഥാനം എവിടെ എത്തിയോ അവിടം വരെ എത്തിയിരിക്കുന്നത്. അതിൽ ചില സംഘടനകൾ നേരിട്ടല്ലെങ്കിൽ പോലും അതിൻ്റെ ചില നേതാക്കളൊക്കെ മുൻകൈയെടുത്തും പുതിയ തരത്തിലുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ഏറ്റവും പുതിയ രാഷ്ട്രീയ ഘട്ടം അതാണ്. അതിനെക്കുറിച്ച് മാഷ് എന്തെങ്കിലും പറയാം? അല്ല, അത് ഞങ്ങളൊക്കെ നേരത്തെ കാണുന്നതാണല്ലോ. ഞാൻ അതിന് എത്രയോ ഘട്ടങ്ങളിൽ, ഞാനല്ല, നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, ഇപ്പോൾ കോട്ടയത്ത് വെച്ച് മാർക്സിസ്റ്റ് പാർട്ടി സമ്മേളനം നടത്തിയിരുന്നു, ചെറായിൽ വെച്ച് നടത്തിയിരുന്നു, എറണാകുളത്ത് നടത്തിയിരുന്നു. അതിലൊക്കെ ഞാനും സംബന്ധിച്ചിരുന്നു. അപ്പോൾ എല്ലാം ഇത് പറയാറുണ്ട്. എന്തുകൊണ്ട് ശ്രീനാരായണ ധർമ്മം, അതിൻ്റെ പേരിൽ സ്ഥാപിതമായ സമുദായ സംഘടനകൾ നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്യാൻ അവർക്ക് ചെയ്യും. സമാജത്തിനകത്ത് എന്തെല്ലാം ചെയ്യാൻ കിടക്കുന്നു അത് ചെയ്യുന്നതിന് പകരം അത് ശ്രീനാരായണ ഗുരുവിൻ്റെ നാമധേയം, പവിത്രമായ നാമധേയം, അദ്ദേഹത്തെ ഇത്രയും പാവനമായ ജീവിതത്തിൽ ജനിച്ചൊരു വ്യക്തി കേരളത്തിലില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ദൈവത്തെ തുല്യമായിട്ട് ആൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ നാമം സമുദായ സൗഹാർദ്ദത്തിനുവേണ്ടി എക്കാലത്തും നിലകൊണ്ട പരിശ്രമിച്ച അദ്ദേഹത്തിൻ്റെ നാമം എന്തിന് സമുദായ വിദ്വേഷത്തിന് ഉപയോഗിക്കുന്നു? രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി ചോദിക്കാറുണ്ട്. ശ്രീനാരായണ ഗുരു ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഈ സമൂഹത്തിൽ അദ്ദേഹം എടുക്കുമായിരുന്ന നിലപാട്
എന്തായിരിക്കും? നിലപാട് അദ്ദേഹം ഒരു മഹർഷിയായിരുന്നു, അതോടൊപ്പം യോദ്ധാവുമായിരുന്നു. അദ്ദേഹം വളരെ ഉറച്ച നിലപാടെടുക്കുമായിരുന്നു. ഈ പാപകർമ്മത്തിൽ നിന്ന് പിന്തിരിയുക എന്ന് തന്നെ പറയുമായിരുന്നു. നിങ്ങൾ സമുദായ സൗഹാർദ്ദത്തിന് വേണ്ടി പരിശ്രമിക്കുക. അന്നും നടന്നിട്ടുണ്ട്. അന്നും ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈഴവ പുലയർ വഴക്കുണ്ടായി. അത് നേറ്റിങ്ങര ഭാഗത്താണ് ഉണ്ടായപ്പോൾ അത് പുലയ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് സ്കൂളിൽ പ്രവേശനം ലഭിച്ചു. വന്ന കുഞ്ഞുങ്ങളെ ഇവരെല്ലാം കൂടി ഈഴവ സമുദായം നായർ സമുദായക്കാരും തല്ലി ഓടിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ കാതിൽ പെട്ടപ്പോൾ അപ്പോൾ തന്നെ അവിടെ പാഞ്ഞെത്തി കുമാരനാശാനെ പറഞ്ഞു കൊണ്ടുപോയി അവസാനിപ്പിക്കുക. അവർ മനുഷ്യരാണ്, അവരുടേതാണ് ഈ രാജ്യവും. അതുകൊണ്ട് അവർ ഉടനെ ആശാൻ ചെന്നു. പ്രത്യേകിച്ചും ഗുരുവിൻ്റെ സന്ദേശം ഒന്ന് കേട്ടപ്പോൾ അവിടെ സമാധാനം ഉണ്ടായി, ആജ്ഞാശക്തിയുണ്ടായി. ഇപ്പോഴും ജാതി വെച്ച് അത്തരം നിലപാടുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ നിലപാടിൻ്റെ തുടർച്ച തന്നെയായിരിക്കും ഗുരു സ്വീകരിക്കുക. അതെ, ഉണ്ട്. നമ്മൾ ഇതിന് നേതൃത്വം നൽകുന്നവർക്ക് അറിയാതിരിക്കുക, എല്ലാവർക്കും അറിയാം. അറിയാത്ത കുഴപ്പം ഇവിടെ ഇല്ല. പിന്നെ അവരെ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത്? അധികാരം, സമ്പത്ത്, ഇതൊക്കെ തന്നെ രണ്ടൊന്നിച്ച് പോകുന്നതാണ്. നമ്മൾ പുതുവത്സരത്തെക്കുറിച്ച് പറഞ്ഞ് രാഷ്ട്രീയ കാര്യങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അത് സ്വാഭാവികമാണ്. രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളം അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പുതിയ നിയമസഭയെ തെരഞ്ഞെടുക്കേണ്ട ഒരു ഘട്ടമായി. ഈ തെരഞ്ഞെടുപ്പ് എന്തെങ്കിലും തരത്തിൽ പ്രധാനമാണ് ഈ സാഹചര്യത്തിൽ, ഈ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്ന് മാഷ് വിചാരിക്കുന്നു? ഈ ദുർഭൂതങ്ങൾക്ക് സമൂഹത്തിൽ സ്ഥാനമില്ല എന്ന് തെളിയിക്കാൻ, സ്വാധീനം ചെലുത്താൻ സാധിക്കില്ല എന്ന് തെളിയിക്കാൻ കേരളീയർക്ക് കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണിത്. ആ സന്ദർഭത്തിനൊത്ത് ഇത് നമ്മൾ പറയുമ്പോൾ ഇതവരൊക്കെ ഭൂരിപക്ഷം ആളുകളൊന്നുമില്ല, ഒരു ചെറിയ ന്യൂനപക്ഷമാണ് ചെയ്യുന്നത് ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പോഴും ഇത്തരത്തിൽ അപകടകരമായ നീക്കം നടത്തുന്നത് ചെറിയ ന്യൂനപക്ഷം തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിപ്പോൾ ശ്രീനാരായണ ധർമ്മവിശ്വാസികളിൽ തന്നെയും ഭൂരിപക്ഷമൊന്നും അതിലില്ല, ന്യൂനപക്ഷമാണ്. അപ്പോൾ ആ ഭൂരിപക്ഷം ചേർന്നിട്ട് ഞങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ അനുയായികളാണ്, ഞങ്ങളെ തിരുത്തും എന്ന് വരുന്ന ഇലക്ഷൻ അവർ കാണിച്ചു കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനവർ ഒരുപാട് ചെറിയ ചെറിയ സംഘങ്ങളിൽ പോകാറുണ്ട്. ഞാൻ പറയുന്നതിനേക്കാളേറെ അവർ പറയുന്നത് കേൾക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെല്ലാവരും അത് മനസ്സിലാക്കുന്നുണ്ട്, ഭ്രാന്തന്മാരുണ്ട് തീർച്ചയായിട്ടും. എൻ്റെ സമുദായത്തിൽ പറയുന്നവരുണ്ട്. പക്ഷെ അവർ ഭൂരിപക്ഷമില്ല. പള്ളിക്കൂടത്തിൽ തന്നെ അധ്യാപകർ ചെറിയൊരു പക്ഷമാണ് ഇത് പറയുന്നത്. വിദ്യാർത്ഥികൾ അധികം പേര് പറയാറേ ഇല്ല. വിദ്യാർത്ഥി നമ്മൾ പറഞ്ഞാൽ ഉടനെ മനസ്സിലാക്കും. അവരാണ് കുറേ കൂടി നിഷ്കളങ്കമായ മനസ്സുള്ളവരല്ലേ. അപ്പോൾ അതുകൊണ്ട് വരുന്ന ഇലക്ഷൻ ഇതിൻ്റെ ഒരു ശരിയായ പരീക്ഷണ ഭൂമിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കേരള രാഷ്ട്രീയം പ്രബലമായ രണ്ട് മുന്നണികൾ മാത്രം ഏതാണ്ട് കയ്യാളിയിരുന്ന ഒരു തരത്തിലാണ് മുന്നോട്ട് പോയിരുന്നത്. അവിടെ മൂന്നാമതൊരു ചേരി, അത് മാഷ് പറഞ്ഞ പോലെ ന്യൂനപക്ഷമായിരിക്കാം, പക്ഷെ അങ്ങനെ ഒരു സാന്നിധ്യം കൂടി വന്നതുകൊണ്ട് വളരെ പ്രധാനമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. ആ ചേരിയുടെ സാന്നിധ്യം കൂടി കണക്കിലെടുത്ത് മറ്റ് രണ്ട് ചേരികൾ എന്തൊക്കെ ശ്രദ്ധിക്കാനുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിന്? ആശയപരമായ പ്രചാരണത്തിൽ രാഷ്ട്രീയം ശുദ്ധമാകണമെങ്കിൽ ഈ ഭ്രാന്തിൽ നിന്ന് മോചിതമാകട്ടെ. മതം മാത്രമേ ഉള്ളൂ, മതവികാരം മാത്രമേ ഉള്ളൂ, മതവിചാരമില്ല. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ നയപരമായ ഒരു ഏറ്റുമുട്ടലാണ് നടക്കുന്നത് എന്ന് മാഷ് കരുതുന്നു? നടക്കുക അല്ല, നയപരമല്ല, നയപരമായിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. നയപരമായിരിക്കണം. വികസനം എങ്ങനെയാവണം, എന്തെല്ലാം കാര്യങ്ങൾ നമുക്കൊണ്ട് ചെയ്യാൻ, വിദ്യാഭ്യാസം, സാംസ്കാരിക രംഗം, അങ്ങനെ പലതും ചെയ്യാനുണ്ട്. ചൂഷണങ്ങളുടെ രംഗങ്ങൾ, തൊഴിലാളികളുടെ രംഗങ്ങൾ, ഇതൊക്കെ കിടപ്പുണ്ട്, വിദ്യാർത്ഥികളുടെ. അപ്പോൾ അതൊക്കെ അതിനെപ്പറ്റി പൊതുവായ നയങ്ങൾ ഉണ്ടാക്കി ആ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ മത്സരിക്കുക, അത് നല്ലതാണ്, ആരോഗ്യകരമായ മത്സരമാണ്. നയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കില്ലെന്നും അവർ നയപരമായ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഒരു ഉത്തരം എന്ന നിലയ്ക്ക് തന്നെ അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തും, അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ പാരമ്പര്യം കേരളത്തിനുണ്ട് എന്നും മാഷ് വിശ്വസിക്കുന്നുണ്ടോ? രാഷ്ട്രീയ പാരമ്പര്യമുണ്ടോ എന്ന് കേരളത്തിൽ പലതരത്തിൽ വന്നിട്ടുണ്ട്, പല ഘട്ടങ്ങളിലും പലതരത്തിലാണെന്ന് എനിക്കങ്ങനെ വളരെ കാലം പൊതുജീവിതം കണ്ടവരാണെന്ന് ഇത് പറയാൻ പറ്റിയ. പിന്നെ മാധ്യമങ്ങളുടെ നിലപാട് അതൊക്കെ വളരെ നിർണായകമാണ്. അവരൊക്കെ വരുന്നുണ്ട്, പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലേ ഞാനതിൻ്റെ സ്വാധീനം അറിയാൻ വയ്യാത്ത ഒരാളാണ്. അപ്പോൾ അതൊക്കെ കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. മാഷ് ഇപ്പോൾ പല ചോദ്യങ്ങൾക്ക് ഉത്തരമായി പറഞ്ഞ സാമൂഹ്യരംഗത്തെ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിൽ, അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിൽ
എല്ലാ തരത്തിലുള്ള സമൂഹത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാ ഏജൻസികളും മാധ്യമങ്ങളടക്കമുള്ള ഏജൻസികൾ വേണ്ട തരത്തിലുള്ള ജാഗ്രത കാണിക്കുന്നില്ല? ഇല്ല, പുലർത്തുന്നില്ല. നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താവുന്ന അനേകം കാര്യങ്ങൾ അതിൽ മാധ്യമങ്ങളോ രാഷ്ട്രീയ സംഘടനകൾ തന്നെ വേണ്ടത്ര പരിശ്രമിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ദൈനംദിന ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന അനേകം പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഞങ്ങൾ തന്നെ ഇവിടെ കൊച്ചി കേന്ദ്രമാക്കി ഒരു ഇൻ്റർനാഷണൽ ക്യാൻസർ സെൻ്റർ തുടങ്ങണം. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടിയല്ല. എനിക്ക് 58 വയസ്സായി. കൃഷ്ണസ്വാമിക്കാണെങ്കിൽ അന്ന് 99 വയസ്സാകും, 98ആയി. ഞങ്ങൾ ഇറങ്ങിയിട്ട് അപ്പോൾ ഞങ്ങളിത് പറഞ്ഞു, ഇതിന് എത്ര പേർക്ക് വരാൻ സാധിക്കും? അതിനൊരു രാഷ്ട്രീയ പിന്തുണ കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല, വരേണ്ടതാണ്. അതിലേക്ക് ആളുകളുടെ ശ്രദ്ധ മുഴുവൻ വരണം. കാരണം അശരണരായ ഈ ക്യാൻസർ രോഗികളെ ഇവിടെ എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട്. അതിനുവേണ്ടിയാണ് നടത്തുന്നത്. ഞാൻ മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസിനോട് പോയി പ്രസംഗിച്ചു, മഹാരാജ് കോളേജ് കുട്ടികളോട് പറഞ്ഞു. അവർക്ക് അനുഭവമുണ്ട്, പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അതിന് രാഷ്ട്രീയ നേതൃത്വം കക്ഷിഭേദം മറന്ന് വരേണ്ടതാണ്. ഏത് കാലത്താണെങ്കിലും ഇങ്ങനെയുള്ള ഇരുണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളെ നയിക്കാൻ വേണ്ടി പലതരത്തിലുള്ള വെളിച്ചങ്ങൾ ഉയർന്നു വരും. അത് വ്യക്തികൾ മുതൽ പ്രസ്ഥാനങ്ങൾ വരെ ഉണ്ടാകും. നമ്മുടെ ഈ കാലത്ത് പലരും പറയുന്നുണ്ട്, ബുദ്ധിജീവികൾ അവരുടെ പങ്ക് നിറവേറ്റുന്നില്ല, താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ മുൻ തലമുറയിലേതുപോലെ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ പറയുന്നവരുടെ വാക്കുകൾക്ക് വില കിട്ടുന്നില്ല എന്നും പറയുന്നുണ്ട്. ബുദ്ധിജീവികൾക്ക് ഈ സാഹചര്യത്തിൽ കേരളത്തിലുള്ള പങ്ക്? ബുദ്ധിജീവികൾക്ക് ബുദ്ധി കൊണ്ടല്ല ഇപ്പോൾ ചെയ്യേണ്ടത്, കർമ്മ മേഖലയിൽ ഇറങ്ങി ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ നിന്നൊരു വെളിച്ചം അവർക്ക് സാധാരണ ജനങ്ങൾ കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ അവരതൊന്നും ചെയ്യാറില്ലല്ലോ. അവർ വെറുതെ ആത്മപ്രശംസയും ബടായിയോട്ട് നടക്കുക അല്ലാതെ അവരൊന്നും ചെയ്യുന്നില്ല. മനസ്സിലാകാത്ത ഭാഷ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്നൊരു ഭാഷ, ഒരു യുക്തിബോധം, ഇതൊക്കെ വരണ്ടേ? അതിൽ നിന്നൊക്കെ വളരെ അകന്നാണ് സാധാരണ ബുദ്ധിജീവികളെ ഞാൻ കാണുന്നത്. പുതുവത്സര വേളയിൽ ഈ സംഭാഷണം നമ്മൾ തുടങ്ങി വെച്ചത് മാഷ് രേഖപ്പെടുത്തിയ കടുത്ത ആശങ്കയിൽ നിന്നാണ്. ആ ആശങ്കയുടെ കാലത്തിൽ നിന്ന് കേരളം അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകും, അതിനുള്ള ഇച്ഛാശക്തി ജനങ്ങൾക്കുണ്ട് എന്ന് മാഷ് കരുതുന്നുണ്ടോ? ഉണ്ട്. ഞാൻ ശുഭപ്രതീക്ഷയുള്ള ആളാണ്. കാരണം നമ്മുടെ പൈതൃകം അതാണ്, നമ്മൾ നയിച്ച അനേകം നേതാക്കന്മാരുടെ ചരിത്രം അതാണ്. അത് ഈ വിപത്തിൽ നമ്മളെ രക്ഷിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു നേരിട്ടുള്ള യുക്തിയല്ല ഞാൻ പറയുന്നത്. അതൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ അല്ലെ ചിന്തയുടെ നമുക്കറിയാത്ത നിഗൂഢമായ മേഖലകളിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അത് ഈ വിപത്തിൽ നമ്മെ രക്ഷിക്കുന്നുള്ള ധൈര്യവും ആദർശബോധവും നമുക്ക് തരും എന്ന് ഞാൻ കരുതുന്നു. വളരെയധികം നന്ദി മാഷ്.